എല്ലാ ട്രാൻസ്ഫർ വിൻഡോ പോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലും യുണൈറ്റഡിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം റീബിൽഡാണ്. അപ്പം ടോപ്പ് ടു ബോട്ടം റീബിൽഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ്. നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 മില്യൺ പൗണ്ട്സ് ആണ് യുണൈറ്റഡിൻ്റെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ ബഡ്ജറ്റ്. പക്ഷേ നമ്മൾ ആ ഒരു യൂറോപ്പ ലീഗ് ജയിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 100 മില്യനും കൂടെ കിട്ടി, ഏകദേശം 200 മില്യൺ. അന്നേരപ്പം അത്രയും വലിയൊരു ഡിഫറൻസ് നമുക്ക് ബഡ്ജറ്റിൽ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ബഡ്ജറ്റിൽ അത്രയും വലിയൊരു വ്യത്യാസം വന്നേനെ. അപ്പം നമ്മൾ ഫൈനാൻഷ്യലി ഇത്രയും ഡൗൺ ആയി നിൽക്കുന്നു, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ PSR അനുസരിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളി റിലേ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് യുണൈറ്റഡ് എങ്ങനെ യുണൈറ്റഡിൻ്റെ കളിക്കാരെ എഫിഷ്യൻ്റായിട്ട് സെല്ല് ചെയ്തിട്ട് പ്രൊവാക്റ്റീവായിട്ട് കളിക്കാരെ കൊണ്ടുവരുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ റീബിൽഡും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ. അപ്പം നമ്മുടെ ഔട്ട് ഗോയിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സെയിലിൻ്റെ കാര്യം നോക്കിയാൽ നമ്മുടെ ഏറ്റവും പ്രൈസസ്ഡ് ആയിട്ടുള്ള യുണൈറ്റഡിൻ്റെ ഏറ്റവും പ്രൈസസ്ഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസിന് ഇപ്പം തന്നെ സൗദി അറേബ്യ എന്ന അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബ്ബ് ഏകദേശം 100 മില്യൻ്റെ ഓഫർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 100 മില്യൻ്റെ ഓഫർ യുണൈറ്റഡ് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് അങ്ങനത്തെ ഒരു മൂവിന് വേണ്ടി തയ്യാറാകുമോ, അങ്ങനത്തെ കുറേ ചോദ്യചിഹ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡീലിൻ്റെ കാര്യം നോക്കിയാൽ ഇപ്പം യുണൈറ്റഡ് ഫാൻസിൻ്റെ കാര്യം നോക്കിയാലും പലരും പല അഭിപ്രായത്തിലാണ്. അപ്പം യുണൈറ്റഡിൻ്റെ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് ഇത്ര വലിയതായതുകൊണ്ട് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ കൂടുതൽ കാണും. ഇപ്പോൾ ഫാൻ ബേസ് അത്രയും വലുതാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ കാണുമല്ലോ, ഒബ്വിയസ് ആണല്ലോ. അപ്പം എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രൂണോ ഫെർണാണ്ടസ് 30 വയസ്സായി, 10-25 വയസ്സ് മുതൽ 24-25 വയസ്സ് മുതൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കുക. അപ്പം പുള്ളിയുടെ പ്രൈം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രൈം ഫുള്ള് സ്പെൻഡ് ചെയ്ത് കളിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പം നമ്മൾ ഫൈനാൻഷ്യലി ഇത്രയും ബ്രോക്കണായി നിൽക്കുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ നമ്മൾ വിൽക്കണം, ഈ ഒരു ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 100 മില്യൺ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ട്രാൻസ്ഫർ ബഡ്ജറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ 10 എന്ന് പറയുന്നത് ഈ ഒരു റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിന് പറ്റിയ ഒരു പ്ലെയർ ആണെന്ന് ഞാൻ പറയത്തില്ല. എക്സാക്ട്ലി ഫിറ്റ് അല്ല, പക്ഷേ റൂബൻ അമോറിമിൻ്റെ ഈ സിസ്റ്റത്തിൽ പുള്ളി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പുള്ളി ഗോളുകൾ സ്കോർ ചെയ്യുന്നുള്ളത് വേറൊരു റിയാലിറ്റിയാണ്. കാരണം ഈ ഒരു ഹാഫ് സ്പേസസിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു നമ്പർ 10സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു നമ്പർ 10 അല്ല ബ്രൂണോ ഫെർണാണ്ടസ്. അപ്പം ഈ ഒരു പ്ലെയറിനെ നമുക്ക് വിറ്റിട്ട് 2-3 സൈനിങ്സ് നമുക്ക് നടത്താൻ പറ്റുമെങ്കിൽ, നമുക്കൊരു സ്ക്വാഡിനെ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കണ്ണും പൂട്ടി ആ ഒരു ഓപ്ഷന് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. 1-2 വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ചുമ്മാ നമ്മൾ വിടേണ്ടി വരും, അല്ലെങ്കിൽ വളരെ തുച്ഛമായ കാശിന് നമ്മൾ കൊടുത്ത് ഒഴിവാക്കേണ്ടി വരും. ലിവർപൂളൊക്കെ അവരുടെ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കുട്ടിഞ്ഞോയുടെ ഓഫറൊക്കെ കുട്ടിഞ്ഞോയ്ക്ക് വേണ്ടിയുള്ള ഓഫറൊക്കെ സ്വീകരിച്ച് അവിടുന്ന് ആ ഒരു റീബിൽഡാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റീബിൽഡാണ് ലിവർപൂളിനെ ട്രാൻസ്ഫോം ചെയ്തത്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിവർപൂൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഫ്ലോറിയാൻ വിർട്സ്, ജെർമി ഫ്രിംപോങ്. അപ്പം അങ്ങനത്തെ വമ്പൻ സൈനിങ്സ് ആണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം പണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മാർക്യൂ സൈനിങ്സ് ആണ് ഇന്ന് അവർ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട്, വളരെ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം യുണൈറ്റഡിൻ്റെ അവസ്ഥ അതായത് അതുകൊണ്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. അപ്പം ബ്രൂണോ ഫെർണാണ്ടസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ, സെയിലിൻ്റെ കാര്യത്തിൽ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗർണാച്ചോ എന്ന് പറയുന്ന ആ മനുഷ്യൻ പബ്ലിക്കലി ആ ഒരു യൂറോപ്പ ലീഗ് കഴിഞ്ഞിട്ട് പബ്ലിക്കലി സ്പാനിഷ് മീഡിയയുടെ മുന്നിൽ ചെന്നിട്ട് പുള്ളി കാണിച്ച ആ ഒരു തോന്നിയാസം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനും എത്ര വലിയ പെർഫോമർ ആണെങ്കിലും ചെയ്യാൻ പാടില്ല. യുണൈറ്റഡിലെ ഏറ്റവും വലിയ പെർഫോമർ ആയിട്ടുള്ള ബ്രൂണോ അങ്ങനത്തെ പരിപാടി കഴിയുമോ? അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്ന് വന്ന കളിക്കാർ ഇപ്പോൾ മേസൺ ഗ്രീൻവുഡ്, ശരിയാണ്, മേസൺ ഗ്രീൻവുഡ് വളരെ മോശം സ്ഥിതിയിലാണ് ഇവിടുന്ന് പോയത്, വളരെ മോശം കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് പോയത്. പക്ഷേ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിനെ ആരാധകരെയും പബ്ലിക്കലി പുള്ളി ഒരിക്കലും ഡിമീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് താറടിച്ച് കാണിക്കാനോ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ പുള്ളി വളരെ പുച്ഛത്തോടെ ഒരു ആ രീതിയിലുള്ള എക്സ്പ്രഷൻ, ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി യുണൈറ്റഡ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിനോടോ അല്ലെങ്കിൽ ഫാൻസിനോടോ കോച്ചിനോടോ ഒന്നും പുള്ളി പബ്ലിക്കലി അങ്ങനത്തെ ഒരു സംഭവം നടത്തിയിട്ടില്ല. ഗർണാച്ചോ ഇങ്ങനെ പബ്ലിക്കലി പോകണം എന്നുള്ള പറയുന്ന ആ ഒരു ഇൻറ്റൻഷൻ സൂചന കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സൂചന എന്ന് പറയുന്നത് പുള്ളിയെ ടാർഗറ്റ് ചെയ്യുന്ന ബാക്കി ക്ലബ്ബുകൾക്ക് സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ബൂസ്റ്റാണ്. അവർക്ക് ബാർഗെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ 5-10 മില്യൺ പിന്നെയും കുറഞ്ഞ് കിട്ടാനുള്ള പരിപാടിയാണ് അവനിങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അത് നമുക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഗർണാച്ചോ എന്താണെങ്കിലും ഗർണാച്ചോ വിറ്റൊഴിവാക്കണം. 60 മില്യൺ കിട്ടേണ്ട സ്ഥാനത്ത് മിക്കവാറും ഒരു 50 മില്യനൊക്കെ കിട്ടത്തുള്ളൂ കൂടി വന്നാൽ.
അതും സ്പെയിനിലോട്ട് പോകണമെന്നാണ് പുള്ളിക്ക് ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല അത്ലറ്റിക്കോ മാഡ്രിഡോ റയൽ മാഡ്രിഡോ ആരെങ്കിലും വരട്ടെ, 50-60 മില്യൺ തരട്ടെ, കൊണ്ടുപോകട്ടെ ഈ ഒരു ചെക്കനെ. അപ്പം അവൻ്റെ വിചാരവും അവൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വിചാരം അവൻ റൊണാൾഡോ ആയി കഴിഞ്ഞെന്നാണ്. നമുക്കറിയാം അവൻ എന്താണെന്നുള്ള കാര്യം. അവൻ ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരനാണ്. പക്ഷേ കുറച്ചൊന്ന് മര്യാദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറിൻ്റെ കാര്യത്തിൽ സെൻസിബിളായിട്ട് ബിഹേവ് ചെയ്യുക, അവനവൻ്റെ ഗ്രോത്ത് എന്തുമാത്രമുണ്ട്, ഇതും കൂടെ ഒക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവനുണ്ട്. ഇപ്പം ഇവനും ഇവൻ്റെ കുടുംബവും എല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് ഇത് കുളം തോന്നും, അവൻ്റെ ടാലൻറ്റ് കുളം തോണ്ടും എന്ന് തന്നെയാണ് എനിക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുളം തോണ്ടിയിരിക്കും, അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ഈ 2 പ്ലെയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്വിയസ് ആയിട്ട് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് വിൽപ്പന ചരക്കുകളുണ്ട്. ആരാണെന്ന് നമുക്കറിയാം. റാഷ്ഫോർഡ്, സാൻചോ, ആന്റണി, ഈ 3 കളിക്കാരെയും ഏതായാലും അവർ ലോണിൽ കളിക്കുന്ന ടീം റീറ്റെയിൻ ചെയ്യും, അവർ മേടിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഇപ്പം റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ഏതായാലും ആസ്റ്റൺ വില്ല പുള്ളിയെ മേടിക്കാൻ 40 മില്യന് മേടിക്കത്തില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് ഒക്കെ പറയുന്നത്. അപ്പം ബാർസിലോണയുടെ പേര് കൂടുതലായിട്ട് കേൾക്കുന്നു. ബാർസിലോണയിലേക്ക് പോകാൻ വേണ്ടിയാണ് റാഷ്ഫോർഡിന് താല്പര്യം എന്ന് പറയപ്പെടുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ബാർസിലോണ എന്ന് പറയുന്ന ടീം അത്ര സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ അവർ എടുത്തടിച്ച് ചുമ്മാ കാശെടുത്ത് വീശത്തൊന്നുമില്ല. അവർക്ക് ഫൈനാൻഷ്യലി പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചുമ്മാ എടുത്ത് കാശ് വീശത്തില്ല. അവർ ഇനീഷ്യൽ ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ എന്നുള്ളൊരു സാധനത്തിലോട്ടാണ് പോകാൻ സാധ്യത. അങ്ങനെ ഓപ്ഷൻ ടു ബൈയേക്കാളും കൂടുതൽ നമ്മൾ എന്താണെങ്കിലും ബൈ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ക്ലോസ്, മാൻഡേറ്ററി ബൈ ക്ലോസ് വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ സാൻചോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി മിക്കവാറും ഡോട്ട്മുണ്ടിൽ തന്നെ ചെന്ന് അവൻ അടിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഡോട്ട്മുണ്ടിനും കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. പിന്നെ അവൻ്റെ ഈ റാഷ്ഫോർഡിൻ്റെ ആണെങ്കിലും സാൻചോയുടെ ഒക്കെ ആണെങ്കിലും വേജസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി വേജസ്, ഈവൻ ആൻ്റണിയുടെ വേജസ്. അപ്പോൾ ഇത്രയും വേജസ് നമ്മുടെ വേജ് ബില്ലിൽ നിന്ന് മാറുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും PSRനെയും നമ്മുടെ ബുക്സിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൻ്റണിക്ക് വേണ്ടി എന്താണ് സ്പെയിനിൽ നിന്ന് ഒരു ഓഫർ കിട്ടും, ആന്റണി നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് മാത്രമല്ല. ഇപ്പം കസമീറോ, ലൂക്ഷോ ഇങ്ങനത്തെ കളിക്കാരൊക്കെ ഉണ്ട്. ഇവർക്ക് വേണ്ടി പ്രൈസ് കണ്ടെത്തുക, അവരുടെ വേജസ് നമ്മുടെ വേജ് ബില്ലിൽ നിന്ന് മാറ്റുക. നമ്മളിത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, ഇങ്ങനത്തെ ഒരു ഭയങ്കര ക്ലിയർ ഔട്ട്. പക്ഷേ ഈ ഒമർ ബറാഡയും അതുപോലെ തന്നെ ജേസൺ വിൽകോക്സും ക്രിസ്റ്റഫർ വിവലും ഇവരൊക്കെ ഈ കുത്തിയിരുന്നുണ്ടല്ലോ, ഇവരൊക്കെ അഹോരാത്രം പണിയെടുത്താൽ മാത്രമേ ഈ സാധനം ഇതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ക്ലിയർ ഔട്ടും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ അമോറിമിന് വേണ്ട, അമോറിമിൻ്റെ സിസ്റ്റത്തിന് പറ്റിയ കളിക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ഹോൾ ക്ലിയർ ഔട്ട്, അപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സിനെ നമ്മൾ വിൽക്കാൻ വേണ്ടി നല്ല ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആകെപ്പാടെ 1-2 പ്ലെയേഴ്സ്, ഫസ്റ്റ് ടീം പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ആകെപ്പാടെ ലെനി യോറോ അതുപോലെ തന്നെ പാട്രിക് ഡോർഗു, ഈ 2 കളിക്കാരൊഴികെ ബാക്കി ഫസ്റ്റ് ടീമിലെ ഏതൊരു കളിക്കാരനും നല്ലൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് കൺസിഡർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടി റാഡ്ക്ലിഫും ടീമുകളും 10-200 കാരിങ്ടണിലെ കുറച്ച് സ്റ്റാഫിനെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സ്കൗട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സ്റ്റാഫിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞു വിടുന്നതും ഈ ഒരു ഈ പിശക്കത്തരം കാണിക്കുന്നതൊക്കെ അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക, അതിനനുസരിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് നല്ല ക്വാളിറ്റി കളിക്കാരെ കൊണ്ടുവരിക. അല്ലെങ്കിൽ അല്ലാതെ ചീപ്പർ ഓപ്ഷന് 10, 20, 25 മില്യൺ 30 മില്യൻ്റെ കളിക്കാരെ മാത്രം നോക്കി ചീപ്പർ ഓപ്ഷൻ അവിടെ നിന്ന് ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാതെ തീരും. 17ാം സ്ഥാനത്തായി ടോപ്പ് 4 എന്നോടുന്ന ടീം 17ാം സ്ഥാനത്തായെന്ന് ഓർക്കണം. കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ടുള്ള ഓപ്ഷൻസിന് വേണ്ടി പോവുക. അപ്പം നമ്മുടെ ഇൻകമിങ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു പ്ലെയറിൻ്റെ പേരെ കുറച്ച് കൺവിൻസിങ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഈ ഒരു മത്തേസ് കുണിയയുടെ കാര്യം. മത്തേസ് കുണിയ ഇപ്പം നമുക്ക് യൂറോപ്യൻ ഫുട്ബോൾ ഉണ്ടോ ഇല്ലയോ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. പുള്ളി എന്താണെങ്കിലും യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. അപ്പം എന്താണെങ്കിലും ഈ ഒരു സൈനിങ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മത്തേസ് കുണിയ വന്നാൽ ആ ഒരു സൈനിങ് മാത്രം പോരാ, നമുക്ക് സ്ട്രൈക്കർ വേണം, പിന്നെ ഒരു നമ്പർ 10, എക്സ്ട്രാ നമ്പർ 10. ഈവൻ നമ്മളിപ്പം ബ്രൂണോ വിക്കി ആണെങ്കിൽ എംബ്യൂമോ പോണക്കത്തെ ഒരു സൈനിങ് നമുക്ക് അടുത്തൊരു നമ്പർ 10 ആയിട്ട് വേണം. പിന്നെ ഒരു സ്ട്രൈക്കർ വേണം. സ്ട്രൈക്കറിൻ്റെ കാര്യത്തിൽ ലിയാം ഡെലാപ്പ്, ഗ്യോക്കോർസ്, ഇപ്പോൾ ഈ 2 പ്ലെയേഴ്സിനെ കൂടെ ഇപ്പം നമ്മുടെ റാസ്മസ് ഹോയിലൻഡിനെ വിട്ടിട്ട് ഈ 2 പ്ലെയേഴ്സിനെ കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഗ്യോക്കോറസിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് യൂറോപ്യൻ ഫുട്ബോൾ വേണം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ നമ്മുടെ അമോറിം ഇടപെട്ട് എങ്ങനെയും അതിനകത്തൊരു എന്താ പറയുന്നത്
പുള്ളിയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു നമ്പർ 10 സ്ട്രൈക്കർ, പിന്നെ ഒരു നമ്പർ 8, അതുപോലെ റൈറ്റ് സൈഡ് ഒരു വിങ് ബാക്ക് വേണം, ഡിഫൻസിൽ ആൾ വേണം. പിന്നെ നമ്മുടെ ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സീസണിൽ ലിൻഡലോഫ്, അതുപോലെ തന്നെ എറിക്സൺ, ടോം ഹീറ്റൺ, ജോണി എവൻസ്, ഇങ്ങനത്തെ കുറച്ച് കളിക്കാർ അവർ ഫ്രീ ഏജൻസ് ആയിട്ട് അവരുടെ കോൺട്രാക്ട് എക്സ്പയർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇവരെ ഇങ്ങനത്തെ കുറേ പൊസിഷൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവരൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് അത്രയും സ്പേസസ് നമ്മൾക്ക് കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അതനുസരിച്ച് പ്രൊവാക്റ്റീവായിട്ട് യുണൈറ്റഡ് വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക.